പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്നെൻ്റെ പിറന്നാളാണ്. പിറന്നാളിനോടനുബന്ധിച്ച് ഞാൻ ഒരു ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ കഥ പറയാം. ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാൾ. ഉണ്ണിക്കുട്ടാ, വേഗം എഴുന്നേൽക്കൂ. കുളിച്ചു കോടിയുടുത്ത് മലമുത്തപ്പൻ കോവിലിലും കാട്ടുമുത്തിയുടെ നടയിലും പോകണ്ടേ? ഇന്നല്ലേ നിന്റെ പിറന്നാൾ? പൊന്നുണ്ണി വേഗമെണീറ്റു കുളിക്കാൻ ചെന്നോളൂ. കസവിൻ്റെ കോടിയുടുത്ത് വരുവേഗം പൊന്നുണ്ണിക്കുട്ട. ഏയ് കുട്ടിക്കുറുമ്പ, അച്ഛൻ പുഴയിൽ കാത്തു നിൽക്കുന്നു, വേഗം ചെല്ലൂ. അമ്മ ഒരുവിധം കുട്ടിക്കൊമ്പനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കുളിച്ച് കോടിയുടുത്ത് സുന്ദരനായി അവൻ മുത്തപ്പൻ കോവിലിലും കാട്ടുമുത്തി നടയിലും പോയി വന്നു. അയ്യയ്യോ അമ്മേ അമ്മേ, നടന്നു തളർന്നു ഞാൻ, വിശന്നിട്ടു കുംഭകരഞ്ഞു വിളിക്കുന്നുണ്ടയ്യോ. അവൻ്റെ വരവ് കണ്ടിട്ട് അമ്മയ്ക്ക് ചിരി പൊട്ടി. വേഗം വാ പൊന്നുണ്ണിക്കണ്ണ, ഇലവച്ചു വിളമ്പിത്തരുവാൻ ഞാനിത കാക്കുന്നു. വരുവേഗം വയറു നിറച്ചും സദ്യ കഴിച്ചിടാൻ. സൂര്യദേവൻ അഭിമുഖമായി അമ്മ വലിയ ഇല വെച്ച് അവനെ മുന്നിലിരുത്തി കെട്ടുകണക്കിന് കരിമ്പുകളും കുട്ടക്കണക്കിന് തണ്ണിമത്തനും വെള്ളരിക്കയും വാഴപ്പഴവും പിറന്നാൾ ഉണ്ണിക്ക് സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്തു. അമ്മേ, ഇത് മുഴുവൻ എനിക്കുള്ളതാണോ? അതേ മോനെ, മുഴുവൻ തന്നെത്താൻ തിന്നുന്നതിൽ അർത്ഥമില്ലല്ലോ, കൂട്ടുകാരെയും വിളിക്കണ്ടേ? വേണം മോനെ, അവർക്കുള്ളതും ഞാൻ കരുതിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ നീട്ടി വിളിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ കൂട്ടുകാരായ കുരങ്ങന്മാരും മാനുകളും മുയലുകളും കാട്ടുപോത്തുകളും ഓടിയെത്തി. കൂട്ടുകാർക്ക് മാത്രം പോരാ, മറ്റുള്ളവർക്കും കൊടുക്കണം. മകൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അവർ ചുറ്റുപാടുമുള്ള മരങ്ങളിലെ കിളികൾക്കും ഉറുമ്പുകൾക്കും പ്രാണികൾക്കുമെല്ലാം ആഹാരം കൊടുത്തു. അതിനുശേഷം അവൻ വിസ്തരിച്ച് സദ്യ കഴിച്ചു. വയറു നിറയെ സദ്യ ഉണ്ട ശേഷം ഉണ്ണിക്കുട്ടൻ നീട്ടിയൊരേമ്പക്കം വിട്ടു. ശബ്ദം കേട്ട് മരക്കമ്പിലിരുന്ന കിളികൾ പേടിച്ചു പറന്നുപോയി. അത് കണ്ട് അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. സന്തോഷത്തോടെ അമ്മയും ചിരിച്ചു.